تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. പാപികളായ ആളുകൾക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ അല്ലാഹു സമയം നൽകിയിരിക്കുകയാണ്. പശ്ചാത്തപിച്ചു മടങ്ങിക്കോളൂ. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഗൗരവം മനസ്സിലുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരി പാപം ചെയ്തിരിക്കെ, ഒരു തെറ്റ് ചെയ്തിരിക്കെ, ഒരു നിസ്കാരം ഖളാ ആക്കിയിരിക്കെ, എന്തെങ്കിലും ഒരു കർമ്മം അല്ലാഹു അരുത് എന്ന് പറഞ്ഞത് ചെയ്തിരിക്കെ, ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കെ ഉറങ്ങാൻ കഴിയില്ല. അവരെഴുന്നേറ്റ് പോകും. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. പാതിരാത്രികളിൽ കിടപ്പറകളിൽ ഉറക്കം വരാതെ കൈകാലുകൾ എഴുന്നേൽക്കുകയാണ്. കൈകൾ ആകാശത്തേക്ക് ഉയരുന്നു. അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച്, മഗ്ഫിറത്ത് ചോദിച്ച് ഉറങ്ങാൻ കഴിയാതെ എഴുന്നേറ്റ് പോകുന്നവരാണ് മുഅ്മിനീങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു വിളിക്കുന്നു. അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്ൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അങ്ങനെ ഭയപ്പാടോടുകൂടെ പേടിയോടുകൂടെ അല്ലാഹുവിനെ സമീപിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന പുണ്യം, അവർക്ക് നൽകുന്ന പ്രതിഫലം എത്രയാണ്, കൺകുളിർമ എത്രയാണ്, അല്ലാഹുവിനല്ലാതറിയില്ല. ഒരാൾക്കും അതറിയാൻ സാധ്യമല്ല. അത്രക്ക് അല്ലാഹു അവർക്ക് പ്രതിഫലം കൊടുക്കും. പേടിച്ചുകൊണ്ട് ഭയപ്പെട്ട് അല്ലാഹുവിലേക്ക് കൈകൾ ഉയരുമ്പോൾ അല്ലാഹു ആ ബോധം നമുക്ക് നൽകട്ടെ. അല്ലാഹു ആ ബോധം നമുക്ക് നൽകട്ടെ. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഖൽബിലേക്ക് അല്ലാഹു തരട്ടെ. പാപികൾ അല്ലാഹുവിന്റെ മുമ്പിൽ പാപികളല്ലാത്തവരാരാണ്? فمن يعظ الناس بعد محمد ولو لم يعظ في الناس من هو مذنب فمن يعظ العاصين بعد محمد. പാപം ചെയ്യാത്ത ആളുകൾ മാത്രം മതി എന്ന് വന്നാൽ, പാപം ചെയ്യാത്തവര്, തെറ്റ് ചെയ്യാത്തവര് മാത്രം ഉപദേശിച്ചാൽ മതി എന്ന് വന്നാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം ആർക്കാണ് എഴുന്നേറ്റെന്ന് പറയാൻ കഴിയുക? ആർക്കാണ് വാല് പറയാൻ കഴിയുക? ആർക്കാണ് ആരെയാണ് ഉപദേശിക്കാൻ പറ്റുക? അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ പാപികളാണ്. പക്ഷേ ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. കുല്ലു ബിനി ആദമ ഖത്താ. ആദം നബിയുടെ മക്കളൊക്കെ പാപം ചെയ്യുന്നവരാണ്. അമ്പിയാക്കന്മാരൊഴികെ അവർ മഅസൂമീങ്ങളാണ്, പാപസുരക്ഷിതരാണ്. ബാക്കിയുള്ളവരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആ തെറ്റുകാരിൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും നല്ലവർ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. തൗബ ചെയ്യാനുള്ള അവസരം അല്ലാഹു നൽകിയിരിക്കുകയാണ്. ചെറുതിൽ നിന്നും വലുതിൽ നിന്നൊക്കെ അല്ലാഹു നമ്മുടെ പശ്ചാത്താപം റബ്ബ് സ്വീകരിക്കട്ടെ. തൗബ ചെയ്യാനുള്ള മനസ്സ് വരണമെങ്കിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അളമത്ത് ഓർമ്മ വരണം. അല്ലാഹുവിന്റെ മഹത്വം എത്രയാണെന്ന് ഓർമ്മ വരണം. പാപികളെ വേണ്ടാന്നല്ല. അല്ലാഹുവിന്റെ ഹബീബ് യുദ്ധത്തിന് പോകുമ്പോൾ ഒരിക്കൽ പോലും തെറ്റ് ചെയ്യാത്തവര് മാത്രം എന്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. തെറ്റ് ചെയ്യാത്തവര് മാത്രം എന്റെ കൂടെ വന്നാൽ മതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അല്ലാഹുവിന് ഇഷ്ടമുണ്ട് തൗബ ചെയ്ത് മടങ്ങുന്നവരെ. അല്ലാഹുവിന് പൊരുത്തമാണ്, നാക്കുപൊരുത്താണ്, അല്ലാഹുവിന് ഇഷ്ടമാണ്. ഖാദിസിയയിലേക്ക് യുദ്ധത്തിന് പോകുമ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുണ്ട് അബൂ മെഹ്ജൻ ഒരു മുസ്ലിമാണ്. പക്ഷേ മുസ്ലിമീങ്ങളിൽ പല ആളുകളും ഇന്ന് ചെയ്യുന്ന പോലെ സൗകര്യം കിട്ടിയാൽ തെറ്റ് ചെയ്തേക്കും. അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് മദ്യമാണ്. മദ്യം ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാതെ പോയ ഒരു മനുഷ്യൻ അബൂ മെഹ്ജൻ യുദ്ധത്തിന് പോകുന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഖാദിസിയയിലേക്ക് യുദ്ധത്തിന് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി സഅദ് റളിയല്ലാഹു അൻഹുവാണ് യുദ്ധം നിയന്ത്രിക്കുന്നത്. സഅദ് തങ്ങൾക്കും പെർഷ്യക്കാരുടെ സൈന്യാധിപരും തമ്മിൽ നെഗോസിയേഷൻ നടക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസമാകുന്നു. അബൂ മെഹ്ജന് സഹികെടുന്നു. ഒളിപ്പിച്ചു വെച്ച മദ്യത്തിന്റെ കുപ്പിയിൽ നിന്ന് ഒരൽപ്പം എടുത്ത് കുടിക്കുന്നു അബൂ മെഹ്ജൻ.
സഅദ് റളിയല്ലാഹു അൻഹു കാണുന്നു യുദ്ധത്തിന്റെ സമയമാണത്. സഅദ് റളിയല്ലാഹു അൻഹു അബൂ മിഹ്ജൻ അങ്ങ് തടയുകയല്ല, അബൂ മിഹ്ജനെ വേണ്ട എന്ന് ഉമ്മത്തിന് വേണ്ട എന്ന് പുച്ഛിച്ചു തള്ളുകയല്ല, പശ്ചാത്തപിച്ചു മടങ്ങാൻ, തൗബ ചെയ്ത് മടങ്ങാൻ അവസരം കൊടുക്കുന്നു. അബൂ മിഹ്ജനെ പിടിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു കൊടുത്ത ശിക്ഷ കെട്ടിയിടുകയാണ് ചെയ്തത്. ഒരു ടെന്റിന്റെ ഉള്ളിൽ പിടിച്ചു കെട്ടി. അബൂ മിഹ്ജന്റെ ശിക്ഷ ഇതാണ്: നീ യുദ്ധത്തിന് വരണ്ട, നീ ഞങ്ങളോടൊപ്പം യുദ്ധത്തിന് വരണ്ട, ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞ് കാലുകളിൽ ബന്ധിച്ചുകൊണ്ട് ടെന്റിന്റെ ഉള്ളിൽ പിടിച്ചു കെട്ടിയ അബൂ മിഹ്ജനെ യുദ്ധം തുടങ്ങുന്നു. സഅദ് റളിയല്ലാഹു അൻഹു ഖാദിസിയ യുദ്ധം നിയന്ത്രിച്ചത് കിടന്നുകൊണ്ടാണ്. കട്ടിൽ കിടന്ന് ശരീരമാസകലം മുറിവുണ്ടായി ബഹുമാനപ്പെട്ടവർക്ക് നടക്കാൻ പോലും കഴിയാതെ കിടന്നുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു ഖാദിസിയ യുദ്ധം നിയന്ത്രിക്കുന്നത്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം റോമക്കാരുമായി പടപൊരുതുമ്പോ അബൂ മിഹ്ജൻ അവിടെ കിടക്കുന്നുണ്ട്, ടെന്റിൽ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു കുറച്ചു ദൂരെ സൈന്യത്തിന് കമാൻഡുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു കടന്നുകൊണ്ട്. ആ സമയത്ത് അബൂ മിഹ്ജന്റെ മനസ്സിൽ കൊതി വന്നു, യുദ്ധത്തിന് പോകണം, ഒന്ന് യുദ്ധം ചെയ്യണം, അള്ളാഹുവിന്റെ ദീനിനെ പുച്ഛിച്ചു തള്ളാൻ വന്നവർക്കൊരു മറുപടി കൊടുക്കണം. പക്ഷേ ഞാൻ എങ്ങനെ പോകും? എന്റെ കാലുകൾ ബന്ധിതനാണ്, മദ്യപിച്ചതിന്റെ പേരിൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിര ബൽഖാ എന്ന കുതിര അവിടെയുണ്ട്. ആ കുതിരയെ ഒന്ന് ഓടിക്കണം, ശത്രുക്കളുടെ മുമ്പിലേക്ക് ചെല്ലണം, പകരം വീട്ടണം. സഅദ് തങ്ങളോട് പറഞ്ഞാൽ സഅദ് തങ്ങൾ വിടില്ല. സഅദ് തങ്ങളുടെ ഭാര്യ സൽമ ബീവിയോട് പറഞ്ഞു, സുലൈമാ ദഈനി, സുലൈമാ ദഈനി. സുലൈമാ, സൽമ ബീവിയെ വിളിക്കാണ് സുലൈമാ എന്ന സ്നേഹത്തോടെ. സൽമാ, നിങ്ങൾ എന്റെ കാലിലെ കറ്റം അഴിച്ചു തരുമോ? ദഈനി അർവി മിൻ സൈഫി സാഅതൻ, എന്റെ വാളെടുത്ത് ശത്രുക്കൾക്കൊരു മറുപടി കൊടുക്കട്ടെ, എന്നെ ഒന്ന് വിട്ടയച്ചു തരുമോ? എന്നെ ഒന്ന് കെട്ടയച്ചു തരുമോ സൽമാ? പറ്റില്ല അബൂ മിഹ്ജനെ, സഅദ് എന്നവരറിഞ്ഞാൽ പ്രശ്നമാകും, തരാൻ പറ്റില്ല. സൽമാ, സഅദ് എന്നവരോട് പറയണ്ട, എന്റെ കാലുകളൊന്ന് അഴിച്ചു തന്നാൽ ഞാൻ ശത്രുക്കളിൽ പോയി ഈ കുതിരയും കൊണ്ടുപോയി അവർക്ക് ശരിയായൊരു മറുപടി കൊടുത്ത് ഞാൻ തിരിച്ചു വരാം. എങ്ങാനും ഞാനതിൽ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ എന്നെ ശിക്ഷിക്കാൻ വെച്ച ആളാണ്, പിന്നെ നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കേണ്ടതില്ലല്ലോ. ഞാൻ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു വരും, ഈ കൂടാരത്തിലേക്ക് ഞാൻ വരും, എന്റെ കാല് കെട്ടിയിടാൻ, എന്നെ ബന്ധിക്കാൻ ഞാൻ നിന്നു തരും. സൽമാ, ഒന്നഴിച്ചു തരുമോ, ഒന്നഴിച്ചു തരുമോ എന്ന് യാചിച്ച് കെഞ്ചിച്ചു വാങ്ങിയ അബൂ മിഹ്ജൻ എന്നവരെ അയച്ചു കൊടുത്തു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയെടുത്തൊരു ഓട്ടം ശത്രുക്കൾക്കിടയിലേക്ക്. സഅദ് റളിയല്ലാഹു അൻഹു മണിക്കൂറുകളായി യുദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ അന്നൽ കർറു ഫക്കറു അബീ മിഹ്ജൻ വൽ ഫർറു ഫർറുൽ ബൽഖാ, ആ ഒരു ചാട്ടം കാണുമ്പോ അബൂ മിഹ്ജന്റെ ചാട്ടം പോലെ ആ കുതിര കാണുമ്പോ എന്റെ ബൽഖാഇന്റെ ചാട്ടമാണല്ലോ അത്, ഓട്ടമാണല്ലോ അത്. ബൽഖാഇനെ ഞാൻ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. പിന്നെ അബൂ മിഹ്ജനാണെങ്കിൽ കൂടാരത്തിനുള്ളിൽ ബന്ധിയുമാണ്. എന്താണ് ഞാൻ ഈ കാണുന്നത്? അബൂ മിഹ്ജനെ പോലെ തന്നെ ഒരാൾ, എന്റെ കുതിരയെ പോലെ ഒരു കുതിര. ഇതൊക്കെ സഅദ് റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. യുദ്ധത്തിനിടയിൽ തന്നെ അബൂ മിഹ്ജൻ ഓടി വന്നു. സൽമ ബീവിയോട് പറഞ്ഞു, സൽമാ, ശത്രുക്കളിൽ 5-8 പേരെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, ഞാൻ തിരിച്ചു വരികയാണ്, എന്നെ പിടിച്ചു കെട്ടിക്കോളൂ, കാലുകളിൽ ചങ്ങല ബന്ധിച്ചോളൂ. ബന്ധിച്ചു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ കുതിരയുണ്ട് ബൽഖാ, അതിനെയും കെട്ടിയിട്ടു. സഅദ് റളിയല്ലാഹു അൻഹു കുറച്ചു നേരം കഴിഞ്ഞ് ടെന്റിന്റെ അരികത്തുകൂടെ ഇങ്ങനെ വരുമ്പോ കുതിര ഇങ്ങനെ കഥക്കുന്നുണ്ട്. സൽമാ, ഇതെന്ത് പറ്റി ഈ കുതിരക്ക്? ഇവിടെ കെട്ടിയിട്ട കുതിര കഥക്കുകയാണോ? ഇതെന്ത് പറ്റി? സൽമ ബീവിക്ക് പറയേണ്ടി വന്നു, സഅദ് എന്നവരെ, അബൂ മിഹ്ജൻ എന്റെ കൈയും കാലും പിടിച്ചു പറയുന്ന പോലെ അങ്ങേറ്റം താണകേണ് യാചിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വിട്ടയച്ചിരുന്നു. അങ്ങയുടെ കുതിരയെടുത്ത് അബൂ മിഹ്ജൻ യുദ്ധം ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ സങ്കടപ്പെട്ടുകൊണ്ട് അബൂ മിഹ്ജൻ എന്നവർ പറഞ്ഞു, സഅദ് എന്നവരെ, നിങ്ങൾ എനിക്ക് മാപ്പ് തരുമോ? ഞാൻ അല്ലാഹുവിനോട് പൊറുക്കല് ചോദിക്കാം, നിങ്ങൾ പൊറുത്തു തരുമോ? അബൂ മിഹ്ജൻ, ഇനി നിങ്ങൾ ഈ പാപം ആവർത്തിക്കുമോ? ഇല്ല സഅദ് എന്നവരെ, ഞാൻ ആവർത്തിക്കില്ല, എനിക്ക് മാപ്പ് തരേണമേ, ഞാനിത് ആവർത്തിക്കില്ല, എനിക്ക് വിട്ടുതരേണമേ.
സഅദ് റളിയല്ലാഹു അൻഹു അബൂ മുഹ്ദിൻ എന്നവർക്ക് മാപ്പ് കൊടുക്കുന്നു. പാപികളായ ആളുകൾ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്. അവരെ പുച്ഛിച്ചു തള്ളാനുള്ളതല്ല, അവരെ നന്നാക്കി എടുക്കാനുള്ളതാണ്, സംസ്കരിച്ചെടുക്കാനുള്ളതാണെന്ന് പഠിപ്പിക്കുന്നു. സഅദ് റളിയല്ലാഹു അൻഹു കള്ളുകുടിച്ചിരുന്നൊരു മനുഷ്യനെ നന്നാക്കി എടുത്തു. സഅദ് റളിയല്ലാഹു അൻഹു പശ്ചാത്തപിച്ചു മടങ്ങാൻ സമയം കൊടുത്തു. തെറ്റ് ചെയ്തവർക്ക് നന്നാവണ്ടേ, പാപം ചെയ്തവർക്ക് തിരിച്ചു വരണ്ടേ, അല്ലാഹുവിന് ഓടിപ്പോയവർക്ക് റബ്ബിലേക്ക് ഓടി അടുക്കണ്ടയോ, അതിനവസരം കൊടുക്കണ്ടേ? ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ കൂടെയുണ്ട്, നിരാശപ്പെട്ടു പോവല്ലേ. അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കില്ലേ? എന്നെ അല്ലാഹു കൈവടിഞ്ഞു, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂലേ, എന്നെ അല്ലാഹു രക്ഷപ്പെടുത്തൂലേ, എന്നെ അല്ലാഹു നാളെ നരകത്തിലേക്ക് എറിയുമോ എന്നൊന്നും പേടിക്കല്ലേ. ഖൽബിന്റെ ഉള്ളിൽ നിന്ന് തൗബയായി കരച്ചിൽ വന്നാൽ, ഖൽബിന്റെ ഉള്ളിൽ നിന്ന് പശ്ചാത്താപമായി പ്രാർത്ഥനകൾ ഉയർന്നാൽ അല്ലാഹുവിന്റെ അർശ് വിറക്കും, അല്ലാഹു പുറത്തു വരും, അല്ലാഹു മാപ്പ് തരും. തൗബ ചെയ്ത് മടങ്ങുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ആരെപ്പോലെ എന്നറിയുമോ? മരുഭൂമിയിൽ യാത്ര പോയൊരു ചെറുപ്പക്കാരൻ, ആ ഒട്ടകപ്പുറത്ത് തന്റെ വാഹനപ്പുറത്ത് വസ്ത്രമുണ്ട്, ടെന്റുണ്ട്, കൂടാരമുണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാമുണ്ട്. ഒരു മരത്തിന്റെ താഴെ കിടന്നുറങ്ങുന്നു. ഇത് ഞങ്ങൾ പറഞ്ഞു കൊടുത്ത ഉദാഹരണം. ആ ഒട്ടകം തന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന ധൈര്യത്തിൽ കിടന്നുറങ്ങി കണ്ണു തുറന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ ഒട്ടകത്തെ കാണാനില്ല. അതിന്റെ മീതെയാണ് അതിന്റെ വെള്ളമുള്ളത്, വസ്ത്രമുള്ളത്, ഭക്ഷണമുള്ളത്. മരുഭൂമിയുടെ നടുവിലാണ് ആ ഒട്ടകം പോയാൽ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ അവൻ മരിക്കും. ആ മനുഷ്യനെ തോട്ടമോടാൻ തുടങ്ങി. കുറെ ഓടി നടന്നു, തന്റെ ഒട്ടകത്തെ കാണുന്നില്ല. ക്ഷീണിച്ച് തളർന്ന് ഒരു മരത്തിന്റെ താഴേക്ക് തിരിച്ചു വന്നു. നിരാശപ്പെട്ട് തിരിച്ചു വന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ക്ഷീണിച്ചവശനായി ഉറങ്ങിപ്പോകുന്നു. ആ ഉറക്കം ഒരു നീണ്ട ഉറക്കമാണ്. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുമ്പോഴുണ്ട് താൻ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ഒട്ടകം മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഫഖാല മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് മതിമറന്നു പോയിട്ട് നഷ്ടപ്പെട്ടു എന്ന് പോയി തിരിച്ചു കിട്ടുമ്പോഴുള്ള ആ ഒരവസ്ഥയിൽ ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉടമസ്ഥനാണ്. സന്തോഷം കൊണ്ട് ഇയാൾക്ക് തെറ്റിപ്പോയി. നിബിധങ്ങൾ പറയേണ്ടത് എന്താ? അല്ലാഹുവേ, നീ എന്റെ ഉടമസ്ഥൻ, ഞാൻ നിന്റെ അടിമയുമാണ്. പറഞ്ഞതോ അല്ലാഹുവേ, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉടമസ്ഥനാണ്. സന്തോഷം കൊണ്ട് അയാൾക്ക് തെറ്റിപ്പോയി. അങ്ങനത്തെ ഒരു മനുഷ്യനെക്കാളും നിങ്ങളിൽ ഒരാൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുമ്പോൾ അല്ലാഹുവിന് ഇഷ്ടമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യന് തോന്നുന്ന സന്തോഷത്തെക്കാളും നിങ്ങളുടെ അല്ലാഹുവിന്, നിങ്ങൾ റബ്ബിലേക്ക് തിരിച്ചു വരുമ്പോൾ സന്തോഷമുണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലൂ. സ്വല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.